മാഡം. ഗുഡ് മോർണിംഗ്. ഈ കുട്ടി ഇന്നലെ രാത്രിയാ വന്നത്. വേറെ മുറിയൊന്നും ഒഴിവില്ലാത്തതുകൊണ്ട് എന്റെ മുറിയിലാ കിടന്നത്. ആ, എന്താ കുട്ടിയുടെ പേര്? പാർവതി. പാർവതി, നല്ല പേര്. ഞാൻ ഈ ഹോസ്റ്റൽ നടത്താൻ തുടങ്ങിയിട്ട് 10 വർഷത്തിൽ കൂടുതലായി. പക്ഷെ ഇപ്പോഴാ ഈ വേഷത്തിൽ ഒരു പെൺകുട്ടി ഇവിടെ റൂം എടുക്കുന്നത്. ഇക്കാലത്ത് എല്ലാവരും പരിഷ്കാരികളല്ലേ? എനിക്ക് ഈ വേഷ ഇഷ്ടം. കുറച്ചു കഴിഞ്ഞാൽ നീയും മാറും. ടൗണിലെത്തിയ എല്ലാ കുട്ടികളും മാറും. നീയും ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നടക്കാൻ തുടങ്ങും. ഞാൻ ജീൻസ് ഇടാനോ? എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഇല്ല മാഡം, ഞാൻ ഒരിക്കലും മാറില്ല. എന്ത് ഡ്രസ് ഇടണമെന്ന് അവനവൻ തന്നെയാ തീരുമാനിക്കേണ്ടത്. അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യ. പക്ഷേ അത് മറ്റുള്ളവർക്ക് ശല്യമാവാൻ പാടില്ല. പാർവതിക്ക് ഈ ഡ്രസ് തന്നെയാ നല്ലത്. നന്നായി ചേരുന്നുണ്ട്. നീ ഇവിടെ ജോലി കിട്ടി വന്നതാണോ? ആ അതെ മാഡം. എവിടെ? സ്ഥലമൊന്നും എനിക്കറിയില്ല. തുണി കയറ്റി അയക്കുന്ന കമ്പനിയാന്നാ എന്നോട് പറഞ്ഞത്. ഗാർമെന്റ്സ് ഫാക്ടറിയോ? ആ അങ്ങനെയാ പറഞ്ഞത്. വലിയ കമ്പനിയാണത്രേ. ഓ, പ്രിയൻ പറഞ്ഞ പെൺകുട്ടി നീയാണല്ലേ? പ്രിയൻ ഒരുപാട് പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഇവിടെ റൂമില്ലാത്തപ്പോ പെൺകുട്ടികളെ അവന്റെ പരിചയക്കാരുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാറുണ്ട്. നല്ല പയ്യന്. നല്ല പയ്യൻ, തെമ്മാടിയാ, വഷളൻ. ആർക്കും അയാളുടെ ശരിയായ സ്വഭാവം മനസ്സിലായിട്ടില്ല. എല്ലാവരെയും അയാളെ സോപ്പിട്ട് നിർത്തിയിരിക്കുക. പാർവതിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും. അച്ഛൻ എന്ത് ചെയ്യുന്നു? കൂലിപ്പണിയാ മാഡം. അമ്മ തൊഴിലുറപ്പിന്റെ പണിക്ക് പോവും. എന്റെ നാട്ടില് നല്ല ജോലിയൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് നന്നായി. എവിടെയായാലും പണിയെടുക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. നല്ല നിലയിൽ എത്തിച്ചേരാം. കിട്ടുന്ന കാശ് ദൂരത്തടിച്ച് കളയാതെ സമ്പാദിക്കണം. പണം കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാശുണ്ടാക്കാം. ഇവിടെ താമസിച്ച് ജോലിക്ക് പോയ കുറെ പെൺകുട്ടികൾ നല്ല നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പണക്കാരി ആവാനൊന്നും അല്ല മാഡം ഞാനിവിടെ ജോലിക്ക് വന്നത്. പിന്നെ ചേച്ചിയുടെ കല്യാണം നടത്തണം. അച്ഛന്റെ കടങ്ങൾ തീർക്കണം. ചേച്ചിയുടെ കല്യാണവും നടത്തി അച്ഛന്റെ കടങ്ങളും വീട്ടിൽ കഴിഞ്ഞാല് ഞാൻ ജോലി മതിയാക്കി തിരിച്ചു പോകും. പൈസക്കാരി ആവുന്നതിനേക്കാളും എനിക്ക് സന്തോഷം അച്ഛന്റെ അമ്മയുടെയും കൂടെ കഴിയുന്നതാ. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാൽ മതിയെന്ന് ചിന്തിക്കുന്നവരാ 90% ആൾക്കാരും. കട്ടിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും കാശുണ്ടാക്കിയാൽ മതി. നിന്നെപ്പോലെ ചിന്തിക്കുന്നവര് വളരെ ചുരുക്ക. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് തിരക്കും ബഹളവും ഉള്ള ടൗണിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നായി എന്റെ സംശയം. നാടും അവിടുത്തെ പുഴയും ഉത്സവങ്ങളും ഒക്കെ തന്നെയാ എനിക്കിഷ്ടം. പക്ഷേ ചേച്ചിയുടെ കല്യാണം നടത്താനും അച്ഛന്റെ കടങ്ങൾ വീട്ടാനും ഞാനിവിടെ പിടിച്ചു നിൽക്കും. സത്യം പറഞ്ഞ കുട്ടി ഒതുങ്ങി നടക്കുന്നത് കണ്ടപ്പോ നിനക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സംശയം മാറി. പൊരുതി നിൽക്കാനുള്ള ശക്തിയുണ്ട് നിന്റെ ഉള്ളിൽ. ഒരു പെണ്ണിനെ വിജയിക്കാൻ അത് മതി. എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത്, കേട്ടല്ലോ? മാഡം, പാർവതി ഇപ്പൊ എന്റെ റൂമിലാ. അവിടെ ഒരു കുട്ടി ഇന്ന് വെക്കേറ്റ് ചെയ്ത് പോയില്ലേ? അവിടെ തന്നെ കൂടിക്കോളൂ. മാഡം ജോലിക്ക് പോകാൻ സമയായി. ഓക്കെ പൊയ്ക്കോളൂ. പാർവതി, ഒരു മിനിറ്റ് വരൂ. ആദ്യമായി ജോലിക്ക് പോവല്ലേ? നന്നായി വരട്ടെ.
ചേട്ടാ എന്താ മോളെ, റൂമും ക്യാൻറ്റീനിലെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞാൻ കഴിക്കാൻ നിന്നില്ല ചേട്ടാ. മാഡത്തിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ വൈകി. ജോലിക്ക് പോകാനുള്ളതല്ലേ. അത് സാരമല്ല മോളെ, മോള് പോയി കഴിക്ക്. പ്രിയം വരുമ്പോ ഞാൻ വന്ന് പറഞ്ഞോളാം. പ്രിയം വരുമ്പോഴോ? ആദ്യ ദിവസം എല്ലാ പെൺകുട്ടികളെയും പ്രിയം വന്ന് കൂട്ടിക്കൊണ്ടു പോകാറാണ് പതിവ്. കുട്ടിയോടൊന്നും പറഞ്ഞില്ലേ? ഞാൻ വിളിച്ചു നോക്കാം. വേണ്ട ചേട്ടാ, എന്നെ കൂട്ടാൻ വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അങ്ങനെ പറഞ്ഞേ? എനിക്ക് ആരുടെ സഹായം വേണ്ട. കുട്ടിക്ക് ഫാക്ടറി അറിയോ? ഇല്ല. ദേ ഇത് നോക്കി ചേട്ടൻ പറഞ്ഞാ മതി. ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞിട്ട്? വേറെ ആരുടെയും സഹായം വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ചേട്ടനെന്റെ സ്വന്തം ചേട്ടനെ പോലെ അല്ലേ? ഈ കാണുന്ന പോലെ അല്ല, നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഒന്ന് പറഞ്ഞതാ ചേട്ടാ. 3 ബസ് മാറി കയറണം. ആ അതൊക്കെ ഞാൻ മാറി കയറിക്കോളാം. വഴി പറഞ്ഞതാ. ഇവിടുന്ന് നേരെ മുന്നോട്ട് നടന്ന് ലെഫ്റ്റ് എടുക്കണം. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് വീണ്ടും ലെഫ്റ്റ് എടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് തിരിയുമ്പോ അവിടെ ഒരു ജംഗ്ഷൻ കാണും. റോഡ് ക്രോസ് ചെയ്യുമ്പോ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണും. അവിടെ നിന്നാ മതി, ബസ് കിട്ടും. എന്നിട്ട് പിന്നെയും 2 ബസ് മാറി കയറണം. ഞാനതെങ്ങനെയാ നിനക്ക് പറഞ്ഞു തരിക? ഇന്ന് ഏതായാലും ഇനി ബസ് പോണ്ട, ഈ ഓട്ടോ പോയിക്കോ. വാ സദാശിവ, നിക്കേ. സദാശിവ, ഈ കുട്ടിയെ ഈ അഡ്രസ്സിൽ കൊണ്ടുപോയി വിടണം. കേറിക്കോ മോളെ. ചേട്ടാ പോയിട്ട് വരാം. ശരി മോളെ, പോയിട്ട് വാ. മോളെ ഈ ടൗണിൽ ആദ്യമായിട്ടല്ലേ? അത് ചേട്ടൻ എങ്ങനെ മനസ്സിലായി? മോളുടെ ഈ സന്തോഷവും നോട്ടമൊക്കെ കണ്ടപ്പോ മനസ്സിലായി. കാലത്ത് തന്നെ ഓരോന്ന് ഇറങ്ങിക്കോളും. രാത്രി കഴിച്ചെന്റെ കെട്ട് വിട്ടിട്ടുണ്ടാവില്ല. യവനെ ഇന്ന് ഞാൻ അയ്യോ അയ്യോ ചേട്ടാ വേണ്ട, വിട്ടേക്ക്. വിടാനോ? ഒന്ന് പൊട്ടിച്ചാൽ അവന്റെ സൂക്കേട് മാറും. ചേട്ടൻ അയാളെ തല്ലാൻ പോവാണോ? തല്ലേണ്ടടുത്ത് തല്ലുക തന്നെ വേണം മോളെ. ചേട്ടാ വേണ്ട. எங்க இருக்குங்க? കണ്ണു തരിയതാ ഇപ്പഴത്തെ വണ്ടി. നീ എന്തറിഞ്ഞിട്ടേ പറയുന്നേ? ഇവിടെ ഒന്ന് വണ്ടിക്ക് അടവച്ചിട്ട് എന്നെ കുറ്റം പറയണം? ഞാൻ വണ്ടി നിർത്തലേ കാണായിരുന്നു. ഈ പെണ്ണിവിടെ ചത്ത് മലച്ചു കിടന്നാനെ. നിങ്ങക്ക് കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? ഒരു കൊച്ചു കുട്ടിയല്ലേ ഇത്? കുട്ടികളെ കുറിച്ചാണോ ചത്തു മലച്ചു കിടക്കുന്നൊക്കെ പറയുന്നത്? അതും കുട്ടിയുടെ അമ്മയുടെ മുന്നിൽ വെച്ച്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരടി? ഈ പെണ്ണിന് പന്തും കൊടുത്തേ റോഡിൽ കളിക്കാൻ വിട്ട ഇവരെ നീ മര്യാദ പഠിപ്പിക്കും? ഇവരുടെ കുടുംബത്തിന്റെ വകയാണ് ഈ റോഡ്. ചാകുന്നെങ്കിൽ ചാകട്ടെ എന്ന് കരുതിട്ടേ റോഡിലേക്ക് ഇറക്കി വിട്ടതായിരിക്കും. ഈ പെണ്ണ് വണ്ടി ഇടിച്ച് ചെത്താ കുറച്ച് കാശ് കിട്ടൂലോ, അതായിരിക്കും നോട്ടം.